നമസ്കാരം. തൃശൂർ പ്രസ് ക്ലബിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? നമ്മുടെ മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകർ തമ്മിൽ നടന്ന ഒരു കിടിലൻ പോരാട്ടത്തിന്റെ കഥയാണിത്. ഇത് വെറും ഒരു വാക്കേറ്റം മാത്രമായിരുന്നില്ല, അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വെടിക്കെട്ടായിരുന്നു. കഥ തുടങ്ങുന്നത് തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ അഥവാ DTPCയിൽ ആര് പ്രതിനിധിയാകണം എന്നതിനെ ചൊല്ലിയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് രാധിക മാഡം വാദിച്ചു, DTPC അംഗത്വം തനിക്കാണെന്ന്. ഞാനിനി പ്രസിഡന്റ് അല്ലെങ്കിലും ആ കസേര എനിക്ക് തന്നെ. ഇതായിരുന്നു അവരുടെ നിലപാട്. ഇതിനെ ഭരണസമിതിയിലെ ഭൂരിഭാഗം പേരും ഒറ്റക്കെട്ടായി എതിർത്തു. പക്ഷേ നമ്മുടെ KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത മാഡം ശക്തമായി രാധിക മാഡത്തെ സപ്പോർട്ട് ചെയ്തു. ഇവിടെയാണ് ഫെമിനിസം ഉദിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തിലെ ഐക്യം എന്നൊക്കെ പറയുമ്പോൾ ഇതാണല്ലേ. എന്നാൽ കീഴ്വഴക്കം അനുസരിച്ച് പ്രസ് ക്ലബ് പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ പ്രസിഡന്റ് MB ബാബു DTPC അംഗമാകുന്നതാണ് ശരിയെന്ന് ഭരണസമിതി തീരുമാനിക്കുന്നു. ഇതൊരു ജനാധിപത്യപരമായ തീരുമാനമാണോ അതോ പഴയ പ്രസിഡന്റിനെ ഇരുട്ടിലാക്കാനുള്ള തന്ത്രമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടെ രസകരമായ മറ്റൊരു സംഭവം നടന്നു. DTPC തർക്കം വാർത്തയാക്കിയ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് രാധിക മാഡം ആവശ്യപ്പെട്ടു. നമ്മളും ഇതിനെപ്പറ്റി ഒരു വാർത്ത കൊടുത്തിരുന്നു. അതിനൊരു വിവാദമാകുമോ കേസാകുമോ എന്ന് കണ്ടറിയണം. പേടിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം കൂട്ടത്തിലെ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ കേസ് കൊടുക്കും. ആഹാ, എന്ത് നല്ല മാധ്യമ ധാർമ്മികത. പക്ഷേ ഭരണസമിതി ഈ ആവശ്യം തള്ളി. അതോടെ രാധിക മാഡം അടുത്ത ഭീഷണി മുടക്കി, നമ്മൾ രക്ഷപ്പെട്ടെ, ക്ലബ്ബ് ഒപ്പമില്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി കേസ് കൊടുക്കും. എത്ര ധീരമായ നിലപാട്. അപ്പോൾ ഞാൻ വീണ്ടും പെട്ടു. ഒടുവിൽ ഈ തർക്കം തീർക്കാൻ പ്രസ് ക്ലബ് സെക്രട്ടറിക്ക് ജില്ലാ കലക്ടറോട് സഹായം തേടേണ്ടി വന്നു. കലക്ടർ ഇടപെട്ട് പുതിയ പ്രസിഡന്റ് MB ബാബുവിനെ DTPC അംഗമാക്കി ഉത്തരവിറക്കാമെന്ന് ഉറപ്പു നൽകി. ഒരു പ്രസ് ക്ലബിന്റെ ആഭ്യന്തര തർക്കം തീർക്കാൻ കളക്ടർ വരെ ഇറങ്ങേണ്ടി വന്നല്ലോ. നമ്മുടെ മാപ്രകളുടെ കഴിവ് സമ്മതിക്കണം. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന DTPC യോഗത്തിൽ രാധിക മാഡവും ബാബു സാറും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടായി. പ്രസ് ക്ലബിന് ഇത് വലിയ നാണക്കേടായി എന്നാണ് റിപ്പോർട്ട്. ഈ രണ്ടു പേരും മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഒടുവിൽ മാനേജ്മെന്റിനും ഇടപെടേണ്ടി വന്നു. എഡിറ്റർ മനോജ് K ദാസ് ഇരുവരോടും കോഴിക്കോട്ടെ മാതൃഭൂമി ഓഫീസിലെത്തി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മാധ്യമ പ്രവർത്തനം എന്നത് സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമല്ല, സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും കിട്ടുന്ന അംഗത്വങ്ങളെ സ്വന്തമാക്കാനും തർക്കമുണ്ടാക്കാനും കൂടിയുള്ള ഒരു വേദിയാണ്. സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കലക്ടറുടെ സഹായം തേടുന്ന മാപ്രകൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് കണ്ടറിയണം. എന്തായാലും ഈ നാടകത്തിന് ഒരു മാതൃകാപരമായ അന്ത്യം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.